ഇത് തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വരം ക്ഷേത്രമാണ്. ഇന്ന് ഉത്സവത്തിൻ്റെ 8ാം ദിവസമാണ്. ഇവിടെ 3 ആനയെ നിർത്തിയിട്ടുണ്ട് ഇന്ന്. അതിലൊരാനയാണിത്, പിടിയാന. ഇന്ന് നല്ല മഴയാണ്. സെക്കൻഡ് സാറ്റർഡേയും കൂടെ ആയതുകൊണ്ട് ഒരുപാട് ഭക്തജനങ്ങളും പിന്നെ ഇന്ന് പ്രദോഷവും എല്ലാം കൂടെ ഒത്തുചേർന്നപ്പോൾ ഒരുപാട് ഡിവോട്ടീസ് ഇന്നിവിടെ വന്നു. മഴയൊന്നും വകവയ്ക്കാതെ എല്ലാവരും ഭഗവാനെ തൊഴാൻ വന്നു. പ്രദോഷ പൂജയ്ക്ക് പങ്കെടുത്തു, വലം വച്ചു, എല്ലാം ചെയ്തു. തിങ്കളാഴ്ചയാണ് തിരുവാതിര. തിരുവാതിര ദിവസം മാത്രമല്ല, അന്നത്തെ ദിവസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഈ ക്ഷേത്രത്തിൽ. 1ാമത്തെ ദിവസം മുതൽ കൊടിമരത്തിൻ്റെ ചുവട്ടിൽ നിറപറ സമർപ്പിക്കാവുന്നതാണ്. നെല്ല് വെച്ചും പുഷ്പം കൊണ്ടും ശർക്കര വെച്ചും എള്ള് വെച്ചും മഞ്ഞൾ വെച്ചും അവൽ വെച്ചും മലര് വെച്ചും അങ്ങനെ പഞ്ചസാര വെച്ചും അങ്ങനെ പല പല സാധനങ്ങൾ വെച്ചും നമുക്ക് നിറപറ സമർപ്പിക്കാവുന്നതാണ്. നിറപറ ഇല്ലെങ്കിൽ ഇവിടെ രൂപ അടച്ചാൽ അവർ നിറപറ തരും. നെല്ലും അവർ തന്നെ തരും. അതിനൊക്കെ രൂപ അടച്ചാൽ മതി. ഇവിടെ വന്നിട്ടില്ലെങ്കിൽ എല്ലാവർക്കും സ്വാഗതം. തിരുവനന്തപുരം വഞ്ചിയൂർ ഭാഗത്താണ് ഈ ക്ഷേത്രം. കോടതിയൊക്കെ കഴിഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഉപ്പിടാമൂട് പാലം കഴിഞ്ഞിട്ടാണ്. വളരെ പണ്ട് മുതലേ ഒരു 18-19 വയസ്സ് മുതൽ ഞാനിവിടെ വരുന്നു. അകത്ത് ഭഗവാനെ തൊഴാൻ കഴിഞ്ഞു. ഭഗവാന്റെ നടരാജ വിഗ്രഹവും ആ നടരാജൻ്റെ സ്റ്റൈലിൽ തന്നെ ഭഗവാൻ നിൽക്കുന്നു. അങ്ങനെയാണ് ഈ ഇത്രയും ദിവസവും ഞാൻ കണ്ടത്. ഇന്നിവിടെ ദീപാരാധന തൊഴാൻ പറ്റിയില്ല, അത്രയ്ക്ക് തിരക്കായിരുന്നു. ഇവിടുത്തെ 3 ആനകളും വളരെ ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്. ആനയ്ക്ക് ഓലയൊക്കെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇവിടുത്തെ പഞ്ചവാദ്യം സൂപ്പറാണ്. അമ്പലത്തിനകത്തൊക്കെ ഇച്ചിരി വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. അതൊന്നും ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ലാത്തതാണ്, അങ്ങനെ ഇത്രയും വെള്ളക്കെട്ടൊക്കെ. പക്ഷേ ഈ വെള്ളക്കെട്ടൊക്കെ അവഗണിച്ചുകൊണ്ട് മഹാദേവനെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഞാൻ ഉൾപ്പെടെ ഒരുപാട് ഭക്തജനങ്ങളിവിടെ വന്നു. അതിൻ്റെ അർത്ഥം മഹാദേവൻ്റെ അനുഗ്രഹവും സ്നേഹവും സംരക്ഷണവും ഒക്കെ തന്നെയാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു.